സോഷ്യൽ മീഡിയയിലെ താരമാണ് അഷിക അശോകൻ. സിനിമയിലും അഷിക സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ഷോർട്ട് ഫിലിമുകളിലും അഷിക അഭിനയിച്ചിട്ടുണ്ട്. അഷികയുടെ ഫോട്ടോഷൂട്ടുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുമുണ്ട്. നേരത്തെ തനിക്ക് സിനിമയിൽ നിന്നുണ്ടായ ദുരനുഭവം അഷിക തുറന്നു പറഞ്ഞിരുന്നു. ഒരു തമിഴ് സിനിമ വന്നു, ഞാൻ പോയി. അതിലേക്ക് എന്നെ വിളിച്ച വ്യക്തി ഒരു കാസ്റ്റിംഗ് കോർഡിനേറ്റർ പോലും ആയിരുന്നില്ല. പക്ഷേ ഇയാൾ പറയുന്നത് സാമന്തിയെയും നയൻതാരയെയും ഒക്കെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് ഇയാളാണെന്നാണ്. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിൽക്കുന്ന ഈ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കും ഇയാൾ മെസ്സേജ് അയക്കാറുണ്ടെന്നാണ് അഷിക പറഞ്ഞത്. കൂടാതെ നടി പ്രിയ ആനന്ദിനെ സിനിമയിൽ കൊണ്ടുവന്നത് താനാണെന്ന് പറഞ്ഞ് അവരുടെ ഓഡീഷൻ വീഡിയോ ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ടെന്നും അഷിക പറയുന്നു. ഇൻഡസ്ട്രിയിൽ പ്രോമിനന്റ് ആയ പല ആർട്ടിസ്റ്റുകളും ഇയാളുടെ കീഴിലാണ് എന്ന പിക്ചറാണ് തന്നെക്കുറിച്ച് അയാൾ തന്നതെന്നും അഷിക പറയുന്നുണ്ട്. ലോകേഷ് കനകരാജുമായി മീറ്റിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നുവെന്നും അഷിക പറയുന്നു. അതോടെ എൻ്റെ സ്വപ്നമാണ് നടക്കാൻ പോകുന്നത് എന്നൊരു പ്രതീക്ഷ എനിക്ക് വന്നു. അങ്ങനെ ഷൂട്ടിന് പോയി. പൊള്ളാച്ചിയിൽ വെച്ചായിരുന്നു ഷൂട്ട്. 15 ദിവസമായിരുന്നു. ഇയാളും വന്നു. ഹീറോയുടെ റൂമിലായിരുന്നു ഇയാളുടെ താമസം. രാത്രിയിൽ ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ അയാൾ വാതിലിൽ വന്നു മുട്ടും. ഭയങ്കര ഇറിറ്റേറ്റ് ആയിരുന്നു എന്നാണ് അഷിക പറഞ്ഞത്. ഷൂട്ടിന് വേണ്ടി ഞാൻ കാരവാനിലിരിക്കെ ഇയാൾ വന്നിട്ട് അഷിക 1-2 മണിക്കൂർ കണ്ണടച്ചാൽ 25 ലക്ഷത്തിന്റെ ഒരു കാർ ഞാൻ വാങ്ങി 1 മാസത്തിനുള്ളിൽ തരാമെന്ന് പറഞ്ഞുവെന്നാണ് അഷിക വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഒന്ന് കൊടുത്തിട്ട് ഇറങ്ങി വരാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, എന്നാൽ തനിക്ക് ഇയാളൊക്കെ എന്ത് എന്ന സഹതാപമാണ് തോന്നിയതെന്നാണ് അഷിക പറയുന്നത്. സിനിമയെ ബഹുമാനിക്കുന്ന അതിലെന്തെങ്കിലുമൊക്കെ ആയ ഒരാളും ഇങ്ങനെ ഒന്നിന് നിൽക്കില്ല. ഒന്നുമല്ലാത്തവന്മാരാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് അഷിക പറഞ്ഞത്. അയാൾ അടുത്തിടെ സിനിമ ഇറങ്ങിയ ഒരു നടിയെക്കുറിച്ച് വരെ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും അഷിക വെളിപ്പെടുത്തിയിരുന്നു. ഇതെന്റെ സ്വപ്നമാണ്, നിവൃത്തികേടല്ലെന്ന് പറയേണ്ടി വന്നു. ദയവ് ചെയ്ത് എന്നോട് ഇതും പറഞ്ഞു വരരുത് എന്ന് പറഞ്ഞുവെന്നും അഷിക പറയുന്നു. അപ്പോൾ അയാൾ പറഞ്ഞത് ഇതൊക്കെ എന്താണ്, കുറച്ചു കാലം കഴിഞ്ഞ് മണ്ണിനടിയിലേക്കല്ലേ പോകുന്നത്, ഇതൊക്കെ ഒരു മോറലാണോ എന്നായിരുന്നുവെന്നും അഷിക ഓർത്തെടുക്കുന്നു. പിന്നീട് ചിത്രത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും മറ്റും തനിക്ക് സംരക്ഷണം തന്നുവെന്നാണ് അഷിക പറഞ്ഞത്. ഷൂട്ട് തീരാനായപ്പോൾ ഇയാൾ സംസാരിക്കണമെന്ന് തന്നോട് ആവശ്യപ്പെട്ടു. താൻ സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. ഇതോടെ അയാൾ കയ്യിൽ കയറി പിടിച്ചുവെന്നാണ് അഷിക പറയുന്നത്. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഇമോഷണൽ ഫ്രസ്ട്രേഷനും ഞാനപ്പോൾ തീർത്തു. അയാളെ അടിച്ചുവെന്നാണ് അഷിക പറയുന്നത്. അസിസ്റ്റന്റ് ഡയറക്ടർമാരും വന്ന് അയാളെ അടിച്ചു. അയാൾ അവിടെ നിന്ന് ഇറങ്ങി ഓടിയെന്നും അഷിക പറയുന്നു.